ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ സഭയുടെ ഭാഗമാണ്. ദൈവസഭ എന്നാൽ വാസ്തവത്തിൽ എന്താണ്, ദൈവസഭയിൽ എന്താണ് നടക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും പറഞ്ഞൊരു വിഷയം, ദൈവസഭ ഒരു സൗഖ്യദായക സമൂഹമാണ്. ലോകത്തിൽ തളർന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നൊക്കെയാണ് കർത്താവിനെ അറിഞ്ഞ ആളുകൾ മുമ്പോട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വരുന്ന ആളുകൾക്ക് ഒരു 100,000 പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഇടമാണ് സഭ. അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഹീലിംഗ് നടക്കേണ്ട സ്ഥലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിന് പല മുഖാന്തരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഹീലിംഗ് കമ്മ്യൂണിറ്റിയായിട്ട് സഭയ്ക്ക് നിലനിൽക്കണമെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആളുകളുടെ ആ ഭാരങ്ങളെ ചുമക്കുവാൻ മനസ്സുള്ള ആളുകളായിരിക്കണം ദൈവസഭയിൽ ഉള്ളത്. പ്രശ്നങ്ങളുള്ള ആളുകളെ ഒഴിവാക്കാനാണ് നമുക്ക് എളുപ്പം, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവണതയാണ് കൂടുതൽ, അല്ലേ? പക്ഷേ പ്രശ്നങ്ങളുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കുള്ള ചലഞ്ച്. അതിന് നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ട്, ഒത്തിരി റിസോഴ്സസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ആളുകളുടെ ജീവിതത്തിൽ നന്മ ഉളവാക്കുവാനായിട്ട്, സൗഖ്യം ഉണ്ടാക്കുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആളുകളുടെ പ്രശ്നങ്ങളെ വിധിക്കുന്ന ആളുകളായിട്ടല്ല, ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, എമ്പതൈസ് ചെയ്യുന്ന ഒരു സമൂഹമായിരിക്കണം സഭ. സഹതാപം കാണിക്കുക, നമ്മുടെ പ്രശ്നങ്ങളോട് മറ്റുള്ളവർ സഹതപിക്കണം, മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അവരുടെ സാഹചര്യങ്ങൾ, ആ വ്യക്തികളുടെ അവർ കടന്നു പോകുന്ന വേദനകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോട് സഹതപിക്കുവാനായിട്ട് മനസ്സില്ലാത്തവരായി മാറി നിന്നിട്ട് നമ്മളവരെ വിധിക്കുന്ന രീതിയിലേക്ക് സഭകൾ പലപ്പോഴും ആയി പോകുന്നു എന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം. പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവരതിനെക്കുറിച്ച് ചോദിച്ച ചോദ്യം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ അവർ ചോദിച്ചു, ആരുടെ പാപം കൊണ്ടാണ് ഇവൻ കുരുടനായത്? ഇവൻ്റെ ആണോ അവൻ്റെ അപ്പൻ്റെ ആണോ? വേറെ ഓപ്ഷനൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവൻ എന്തോ ഗൗരവമായിട്ടുള്ള പാപം, ഒരുപക്ഷെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ഇവൻ ചെയ്ത പാപമായിരിക്കാം എന്നാണ് യഹൂദന്മാർ ചിന്തിക്കുന്നത്. അപ്പോൾ ആരോ പാപം ചെയ്തു, അതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് ചിന്തിക്കുന്നു അവരെ. നമ്മളും ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ, സഹോദരിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളതിനെ ഒരു പാപമായിട്ട്, അതിലെ പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന, അതിനെ വിധിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു മനോഭാവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പാപത്തെ പാപമായിട്ട് തന്നെ കാണണം, അതിനെ കണ്ണടച്ചു വിടണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന്, അവൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. മൂന്നാമത് ഞാൻ പറഞ്ഞത്, ഒരു ഹെൽത്തി പേഴ്സണൽ റിലേഷൻഷിപ്പ് സഭയിലെ വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകണം. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം മനസ്സിലാകണമെങ്കിൽ എന്നോട് അടുത്ത് പരിചയം നിങ്ങൾക്കുണ്ടാവണം, എന്നോട് ബന്ധം നിങ്ങൾക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അത് കുടുംബജീവിതത്തിലാണെങ്കിലും അതെ. അപ്പോൾ മക്കളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നത് മാതാപിതാക്കൾ അറിയുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കാര്യം? അവർ തമ്മിൽ അടുപ്പമില്ല. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഒരു വീട്ടിലെ പല മുറികളിൽ താമസിക്കുന്ന സ്ട്രേഞ്ചേഴ്സായിട്ട് ഇന്ന് കുടുംബത്തിലുള്ള ആൾക്കാർ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള, ഒരാൾ പോകുന്ന സ്ട്രഗിൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു ഫാമിലി മെമ്പർ അറിയാത്ത ഒരു സ്ഥിതി ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട്. അത് സഭകളിലും ഉണ്ട്. സഭകളിൽ രാവിലെ 10 മണിക്ക് വരുന്നു, 1 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് വന്ന കാലത്തെ ഒരു രീതികൾ ഞാൻ ഓർക്കുകയതെ. അപ്പോൾ അന്ന് ഞായറാഴ്ച സഭായോഗത്തിൽ ചെല്ലുമ്പോൾ അല്പം നേരത്തെയൊക്കെ പോവും. സൗരന്മാർ കൂടി ഇരുന്ന് പറഞ്ഞ് വർത്തമാനമൊക്കെ പറയും, വിശേഷങ്ങളൊക്കെ പറയും. സഭായോഗം കഴിഞ്ഞാലും പിന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അടുത്ത് പെരുമാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി ആശയവിനിമയം ചെയ്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാണ് വീടുകളിൽ പോകുന്നത്. ഇന്ന് ആർക്കും അതിനുള്ള സമയമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു വിശ്വാസിയെ അടുത്തറിയാനായിട്ട് പോകുന്നത്?
വിശ്വാസികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പണ്ടൊക്കെ വീടുകളിൽ പോകുമായിരുന്നു, അതിഥി സൽക്കാരം ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലേക്ക് ആളുകളെ വിളിക്കുമായിരുന്നു, നമ്മൾ ആളുകളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ സഹോദരന്മാരാരെങ്കിലും ഫ്രീ ആണെങ്കിൽ ഞങ്ങളൊക്കെ അവിടെ ടൗണിൽ ഏതെങ്കിലുമൊക്കെ ചായക്കടയിലോ അല്ലെങ്കിൽ കലിങ്കിലൊക്കെ ഒരുമിച്ച് കൂടി നിന്ന് വർത്തമാനം പറയുകയും വിശേഷം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇന്ന് അന്യമായി പോയി നമുക്ക്. അപ്പോൾ വിശ്വാസികളുമായി, ദൈവമക്കളുമായി നമുക്കൊരു മിനിമം ബന്ധമേ ഇന്ന് മിക്കവാറും ഒക്കെ സഭകളിലുള്ളൂ. ഒരു സഭായോഗത്തിൽ വരുമ്പോൾ കാണുക, ആ സമയത്ത് ഈ 10 മണിക്ക് വന്നിട്ട് 1 മണിക്ക് പോകുന്നവർ എന്തും വർത്താനം പറയാനാണ്, അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിൽ വരുന്ന ആ സമയത്ത് വന്നു കഴിയുമ്പോൾ തന്നെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഈ ബന്ധങ്ങളൊന്നും വളരില്ല. ആ ബന്ധങ്ങൾ വളരാനായിട്ടുള്ള ക്രമീകരണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 4ാമത് പറഞ്ഞത് റെഗുലർ പാസ്റ്റോറൽ കെയർ സഭയിലുണ്ടാകണമെന്നാണ്. എല്ലാ വിശ്വാസികളുടെയും വീടുകളിൽ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരെ വിസിറ്റ് ചെയ്യുകയും അവരുടെ നീഡ്സ്, സ്പിരിച്വൽ നീഡ്സ് അറിയുകയും അവരുടെ ജീവിതത്തിലെ ആത്മീകമായ ആവശ്യങ്ങൾ അത് കേറ്റർ ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ റെഗുലർ പ്രയർ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെയാണ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ, നന്നായി ദൈവവചനം പഠിപ്പിക്കണം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു സഹവിശ്വാസിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഹൗ ടു റെക്കഗ്നൈസ് ഓർ ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് പ്രോബ്ലംസ് ഇൻ അവർ ഫെലോ ബിലീവേഴ്സ് ലൈഫ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? സാധാരണഗതിയിൽ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണും. ആർക്കാണ് പ്രശ്നമുള്ളത് അവർ തന്നെ മുൻകൈ എടുത്ത് ഡോക്ടറെ അടുത്ത് പോയി വിവരങ്ങൾ പറഞ്ഞ് എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ ഈ ആത്മീകമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ മിക്കവാറും ആരും ഇങ്ങോട്ട് വന്ന് പറയുക, അത് വളരെ കുറച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നില്ല. ചെറിയൊരു പ്രയാസം ഉണ്ടാകുന്ന സൗര എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് നമ്മളോടൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒന്നും വന്ന് തുറന്ന് പറയുന്ന ഒരു രീതി ഇല്ല. ആ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ കുടുംബജീവിതത്തിൽ തന്നെയാണെങ്കിലും നമുക്കറിയാം, മിക്കവാറും ഈ കുടുംബ കേസുകളിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആരോടും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ മൂടി വെച്ച് ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, നാട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ സഭയിൽ വന്ന ശുശ്രൂഷന്മാരോട് പറയുന്നത്. അപ്പോൾ പിന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒത്തിരി ജോലി ചെയ്തെങ്കിലേ, ഒത്തിരി സെഷൻസ് ഇരുന്നെങ്കിലേ ഒരു പക്ഷേ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആദ്യം തന്നെ ഇങ്ങനെ കുറേ പ്രയാസങ്ങളുണ്ട് എന്ന് ചില കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് പരിഹരിച്ചു പോകാനായിട്ട് എളുപ്പമുണ്ട് തുടക്കത്തിലാണെങ്കിൽ. നമ്മൾ ഈ പ്രീ മാരേജ് കൗൺസിലിങ്ങിലൊക്കെ മിക്കവാറും എല്ലാവരോടും പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഇതുവരെ ജീവിക്കാത്തൊരു ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവില്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു മടിയും വിചാരിക്കരുത്. സഭയിലെ മുതിർന്ന സഹോദരന്മാരെയോ കൗൺസിൽ ചെയ്ത ആളെ വിളിച്ച് സംസാരിച്ചോളണം, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരുപക്ഷെ ആളുകളെ സഹായിക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ഒരുമിച്ച് പോകുന്ന ഒരു സഹോദരൻ്റെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പല വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നാൽ ഒബ്സർവേഷനാണ്. ലുക്ക്, നോട്ടീസ് ദ ചേഞ്ചസ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് ഓരോ വ്യക്തിയെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനും നിൽക്കണ്ട, മനസ്സിലായല്ലേ? രാവിലെ ഓരോരുത്തർ വരുമ്പോഴത്തേക്കും അടി മുതൽ മുടി വരെ നമ്മൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ആൾക്കാരെ കഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ആളുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടുള്ള സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചില ഹിൻറ്റുകൾ ഞാൻ പറയാം. ഒന്നാമത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ. ശാരീരികമായ മാറ്റങ്ങൾ
പലതിൻ്റെയും സൂചനകളായിരിക്കാം. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒത്തിരി ക്ഷീണിച്ചു പോകുന്നു, അതിന് പല കാരണങ്ങൾ കാണാതിരിക്കും. മെഡിക്കൽ റീസൺസ് ഉണ്ടാവും അല്ലേ, മാനസിക പ്രശ്നങ്ങളായിരിക്കാം, ഡിപ്രഷനായിരിക്കാം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. സഹോദരന്മാർക്കോ പെട്ടെന്ന് ഒത്തിരി ക്ഷീണിച്ചതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കാണപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്തോ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡയറ്റിംഗ് ആയിരിക്കും കേട്ടോ, നമുക്കറിയാൻ പാടില്ല, ആയിക്കോട്ടെ. പക്ഷേ സംതിങ് ഈസ് ഹാപ്പനിങ്, എന്തൊക്കെയോ മാറ്റങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരു സാധാരണ കുശലാന്വേഷണത്തിൽ ചോദിക്കാം, സൗര കുറച്ച് വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണുന്നത് കുറച്ചതാണോ അതോ കുറഞ്ഞതാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം. പിന്നെ ഈ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ, ചിലപ്പോൾ കണ്ണിന് താഴെ കറുപ്പ് നിറം, അങ്ങനെ എപ്പോഴും ഇരുന്ന് ഉറക്കം തൂങ്ങുക, അങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ ചില ആൾക്കാരിൽ ഒരു പക്ഷേ കാണാൻ സാധിക്കും. സഭായോഗത്തിനെ ശരിക്കും ശ്രദ്ധിച്ചിരുന്ന ഒരു സഹോദരിയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് സഭായോഗത്തിന് വന്നിരുന്നാൽ ഉടനെ തന്നെ ഉറങ്ങാൻ തുടങ്ങുന്നു, അങ്ങനെ മയങ്ങിപ്പോകുന്നു, ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അതൊരു സൂചനയാണ്, എന്തോ ഇവരുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തോ കാര്യം ഉണ്ടായിരിക്കാം. ഇനി അത് മാത്രം ആവണമെന്നില്ല കേട്ടോ. പാതിരാത്രി വരെ റീലും കണ്ടുകൊണ്ടിരുന്നിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് സഭായത്തിന് വരുന്ന ഉറങ്ങുന്നവരുണ്ട്. അത് വേറൊരു സ്പിരിച്വൽ പ്രോബ്ലമാണ്. നമ്മൾ അത് ഏതാണേലും ഈ ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ കാണിക്കുക, രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥ, അതിൻ്റെ പല ലക്ഷണങ്ങൾ കാണിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, അവരുടെ ഒരു ജനറൽ അപ്പിയറൻസിന് വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹൈജീനിക് ലുക്കല്ല, സ്വന്തം പേഴ്സണൽ ഹൈജീനിൽ ശ്രദ്ധയില്ലാത്ത വരുന്ന ചില അവസ്ഥകൾ നമുക്ക് ഒരുപക്ഷെ കാണപ്പെട്ടേക്കാം. നന്നായിട്ട് വേഷമൊക്കെ ധരിച്ച് നന്നായിട്ട് മുടിയൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആളാണ്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വന്നുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഒരു വൃത്തിയില്ലായ്മ കാണുന്നു, സ്വന്തം ആരോഗ്യം, സ്വന്തം ശരീരം ശ്രദ്ധിക്കാത്ത ഒരു രീതിയൊക്കെ ചിലപ്പോൾ ചില ആളുകളിൽ കണ്ടുവന്ന് വരാം. അപ്പോൾ സംതിങ് അവരുടെ എന്തോ പ്രയാസത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, ഫിസിക്കൽ ചേഞ്ചസ് കൂടാതെ തന്നെ അവരുടെ വൈകാരികമായിട്ടുള്ള ചില കയറ്റമിറക്കോ ഇതൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമോഷണൽ ഔട്ട്ബർസ്റ്റ് സാധാരണ രീതിയിൽ ഇല്ലാത്തതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് ചിലരോട് ദേഷ്യപ്പെടുന്നു, പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി, ആളുകൾ സംസാരിക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുന്നു, എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഇമോഷണൽ ഒരു മൂഡ് സ്വിങ് സംഭവിക്കുന്ന ഒരു രീതി. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളോട് തന്നെ സംസാരിക്കണമെന്നില്ല, വേറെ രണ്ട് സൗരിമാരോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു മൂലയ്ക്ക് സംസാരിക്കുന്നു, നോക്കിയപ്പോൾ ഒരു സൗരി ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ നമുക്കറിയാം സംതിങ് റോങ്. അപ്പോൾ അത് എന്താണെന്ന് അന്വേഷിക്കുകയും ഒരു ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ സഹായിക്കുകയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, സാധാരണ ആക്ടിവിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന, പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണത കാണുകയാണ്. വിഡ്രോവൽ ഫ്രം ആക്ടിവിറ്റീസ് ഓർ പീപ്പിൾ. സാധാരണഗതിയിൽ എല്ലാത്തിനും പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നിനും പങ്കെടുക്കാതെ ആകുന്നു. ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ കുറച്ച് നാളത്തേക്ക് എന്നെ ശുശ്രൂഷകൾ ഇടണ്ട എന്ന് നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, ഒരു സുഖമില്ല എന്ന് പറഞ്ഞ് ഒന്ന് മാറി നിൽക്കുന്നു. ക്ലാസ്സുകൾക്കൊക്കെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷേ ആബ്സെൻ്റ് ആകുന്നു. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ പൊതുവായിട്ട് സ്ഥിരമായി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരാൾ പുറകോട്ട് മാറുന്ന ഒരു പ്രവണത, ഒരു പുറകോട്ട് വലിയുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ ആളുകളുടെ അടുക്കിലേക്ക് വരാൻ, ആളുകളോട് സംസാരിക്കാനൊക്കെ ഒരു വിമുഖത കാണിക്കുന്നു, ആളുകളുമായിട്ട് ഇടപഴകാനായിട്ടൊരു മടി കാണിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് സഭായോഗങ്ങളിൽ മാത്രമായിരിക്കണമെന്നില്ല, ആത്മീയ കാര്യങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ ജോലിക്ക് പോകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ, കോളേജിൽ പോകുന്ന കാര്യത്തിൽ ഒക്കെ സംഭവിക്കാം. അത് അവരുടെ റെഗുലറായിട്ട് അവർ ചെയ്തു വന്നുകൊണ്ടിരുന്ന ആ ഒരു ഫങ്ഷനിങ് ലെവൽ, അവരുടെ ആ ഒരു പ്രവർത്തന രീതിയിൽ വ്യത്യാസം വരുന്നു. ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ചിലതിൽ അവർ അലസത കാണിക്കുന്നു, മടി കാണിക്കുന്നു, പുറകോട്ട് നിൽക്കുന്നു. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ട ചില ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം.
നാലാമതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് നെഗറ്റീവ് സെൽഫ് ടോക്ക്. അതായത് ആളുകൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലെ അവരുപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, ചില വാക്കുകൾ നമ്മൾ ഒന്ന് സെൻസ് ചെയ്യുന്ന നല്ലതാണ്. സാധാരണഗതിയിൽ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. എന്നാൽ ഒരു നിരാശയുടെ വാക്കുകൾ, നമ്മളെ ഒന്നും ആർക്കും വേണ്ട സവര, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളത് കേട്ടു നമ്മളത്ര കാര്യമാക്കാറില്ല. നമ്മുടെ ഒന്നും ജീവിതം കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ചില സൂചനകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് പോകുന്ന, വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന ആളുകളിൽ മിക്കവാറും ഈ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അതിനകത്ത് കയറി വരും. അതിനകത്ത് സൂയിസൈഡിൻ്റെ സൂചനകൾ കയറി വരും. ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മളൊന്നും ആർക്കും വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സംസാര രീതികളൊക്കെ കയറി വരും. ചില പ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ അവർ ഉപയോഗിക്കും. അവനവനെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഭയങ്കര വലിയ കുറ്റബോധത്തിൻ്റെ വാക്കുകൾ, മറ്റുള്ളവരെ ആരും വില കൊടുക്കുന്നില്ല എന്നുള്ള വാക്കുകൾ, പിന്നെ ഒരു സന്തോഷമില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം, ഒന്നും ശരിയല്ല എന്നുള്ള വാക്കുകൾ, ഇങ്ങനെ ഒത്തിരി സൂചനകൾ ഒരുപക്ഷെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള വളരെ വേദനയുളവാക്കുന്ന ചില ചിന്തകൾ, അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്ന ചില രീതികൾ, ഇതൊക്കെയാണ് അവരെ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വെറുതെ വരുന്നതല്ല, അതൊക്കെ ലക്ഷണങ്ങളാണ്. മാനസികമായി അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളുടെ, പ്രശ്നങ്ങളുടെയൊക്കെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഒരാൾ തുടർച്ചയായിട്ട് മരിച്ചാൽ മതി എന്ന് തോന്നുവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടാൽ സൂക്ഷിച്ചോളണം, അത് വെറുതെ തള്ളിക്കളയരുത്. അത് ചെറുപ്പക്കാരാണെങ്കിലും ശരി, പ്രായമായവരാണെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണം. കാരണം ഇതൊക്കെ ചില സൂചനകളാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾ മിക്കവാറും ഒക്കെ അതിന് മുമ്പ് സൂചനകൾ തന്നിട്ടുണ്ടാവുന്ന, പക്ഷേ ആ സൂചനകളൊന്നും ചുറ്റുമുള്ള ആളുകൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. സാധാരണ രീതിയിൽ അതിനെ അവഗണിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് വാക്കൊക്കെ പറഞ്ഞ് നമ്മൾ പോവും. പക്ഷേ അവർക്കൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ഉള്ള ആളുകളാണ്. സോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവരുടെ ഒരു സഹായ അഭ്യർത്ഥനയും ആകാൻ സാധ്യതയുണ്ട്. അവർ പോലും അറിയാതെ അവർ നമ്മളോട് സഹായം ചോദിക്കുന്നതുമാകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. അതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അവരിടുന്ന പോസ്റ്റുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് അവർ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏകാന്തതയെക്കുറിച്ചുള്ളത്, അതുപോലെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചുള്ളത്, അങ്ങനെയൊക്കെയുള്ള കുറേ രീതികളൊക്കെ ആളുകൾ പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പേഴ്സണലായിട്ടിപ്പം ചെറുപ്പക്കാർ ആരോടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ഫീലിംഗ്, സാഡും ഫീലിംഗ് അതും ഇതുമൊക്കെ സകല ഫീലിങ്സും കൊണ്ടുപോയിടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ അവിടെ ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രായമായവരെ സംബന്ധിച്ച് അതൊന്നും സാധിക്കില്ല, അവരോട് നേരിട്ട് ഇടപെടുമ്പോഴേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇവരുടെ പെരുമാറ്റത്തിൽ ഒരു ആങ്സൈറ്റി കൂടുതലായിട്ട് കാണുക, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതികൾ കാണുക. സംസാരിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവർ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക, നഖം ഇങ്ങനെ കടിച്ചു പറിക്കുക, തലമുടി വലിച്ചു പറിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ ചിലർ കാണിക്കാറുണ്ട്. അതായത് അവരുടെ ഉള്ളിലെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിരാശയും അതുപോലെ തന്നെ അവരുടെ കൺഫ്യൂഷനും ഒക്കെ അവർ അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജസിലൂടെ ആയിരിക്കും, നേരിട്ടുള്ള വാക്കുകളിലൂടെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റത് ഡിക്ലൈൻ ഇൻ പെർഫോമൻസ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ നിലവാരം കുറയുന്നു. നന്നായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ്, പക്ഷേ അവരുടെ പെർഫോമൻസിൽ അതിൻ്റെ ക്വാളിറ്റി ഒത്തിരി കുറഞ്ഞു വരുന്നു. അപ്പോൾ അതൊക്കെ സൂചനകളാണ്. ഇപ്പോൾ ഞാനൊരു സ്പിരിച്വൽ ഒരു പ്രോബ്ലമാണ് എങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നന്നായിട്ട് സഭയിൽ വചനം സംസാരിച്ചുകൊണ്ടിരുന്നൊരു സഹോദരനാണ് എന്ന് പറഞ്ഞാൽ കർത്തൃമേശയ്ക്ക് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സങ്കീർത്തനം ഷെയർ ചെയ്യുമ്പോഴോ നന്നായി പഠിച്ച് ഒരുങ്ങി ചെയ്തുകൊണ്ടിരുന്നൊരു സഹോദരനാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ വല്ലാതെ ഡള്ളാകുന്നു. കേട്ടത് തന്നെ പിന്നെയും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല, ഒരു ഫ്രഷ് തോട്ട്സ് ഒന്നും വരുന്നില്ല, വചനം പഠിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണാനായിട്ടില്ല.
അങ്ങനെ ഒരു നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില താഴ്ചകൾ വരുമ്പോൾ അദ്ദേഹം കടന്നു പോകുന്ന സ്പിരിച്വൽ ആ ഒരു സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഒന്ന് കൺസേൺഡ് ആകുന്നത് നല്ലതാണ്. കാരണം എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റ് ജോലി തിരക്ക് കാരണമാകാം, സമയക്കുറവാകാം, ചിലപ്പോൾ വീട്ടിലെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളാവാം, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകളാവാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ദൈവവചനം വേണ്ടതുപോലെ പഠിക്കാനും ഒരുങ്ങാനും ഒന്നും കഴിയുന്നില്ല എന്നതിൻ്റെ സൂചനകളായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂത്ത്സൊക്കെ ആണെങ്കിൽ പലപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ കെണിച്ചെന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനൊക്കെ അവർ പുറകോട്ട് മാറും. അവർ പയ്യെ സൈഡിലേക്ക് മാറി ഒന്നിനോട് താല്പര്യമില്ലാത്ത രീതിയിലേക്ക്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു വലിയ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഏതെങ്കിലും അഫെയറിലൊക്കെ ചെന്ന് വിട്ടു, അതൊന്ന് തെറ്റാന്ന് അറിയുകയും ചെയ്യാം, പക്ഷേ അതിനകത്ത് ഒഴിവാകാനായിട്ട് ഒരു പക്ഷേ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ അല്ലെ. പിന്നെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ചർച്ചിൽ വന്നിട്ട് ഗംഭീര പെർഫോമൻസൊക്കെ നടത്തിയിട്ട് പുറത്തു പോയിട്ട് അങ്ങനെയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ മിക്കവാറും അവരുടെ ഈ ഒരു പെർഫോമൻസിലുള്ള ഒരു ഡിക്ലൻഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്വീകരിക്കുന്ന അനാരോഗ്യകരമായ മാർഗങ്ങൾ, അതും ചിലപ്പോൾ നമുക്ക് ആളുകളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഒരു സഹോദരനെ ഇടയ്ക്ക് പോയി ഒരു സ്മോൾ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ ചില സൂചനകൾ കിട്ടുന്നു. ആ സൂചനകൾ കിട്ടുമ്പോൾ എന്താണ് അതിൻ്റെ പുറകിലുള്ള കാരണം? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏതോ ഒരു പ്രശ്നത്തെ അദ്ദേഹം പരിഹരിക്കാനായിട്ടോ രക്ഷപ്പെടാനായിട്ടോ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാകാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നമ്മുടെ കോൺഫ്ലിക്റ്റുകളും ഒക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്പിരിച്വൽ വെപ്പൺസാണ്, ആത്മീക ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ജഡികങ്ങളായ ആയുധങ്ങളല്ല, ആത്മീക ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു കഴിവില്ലാത്ത മാത്രമല്ല, അറിവില്ലാത്തവരുണ്ട്. ഇനി അതിനുവേണ്ടി മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാത്തവരുമുണ്ട്. അതായത് ഒരു വിഷയമുണ്ടായാൽ അതിനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനപ്രകാരം അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് ഒളിച്ചോടുന്ന പ്രവണതയുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള മദ്യത്തിലേക്കോ മറ്റ് അനാവശ്യമായ ബന്ധങ്ങളിലേക്കോ ഒക്കെ പോയി അവർ ചാടുന്നതിൻ്റെ കാര്യം അവർ പറയുന്നത് എല്ലാം മറക്കാൻ വേണ്ടിയാണ്, ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നൊക്കെ ചിന്തിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം സ്വഭാവത്തിനൊക്കെ ആക്റ്റീവായിട്ട് വരുമായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിനൊരു മൂഡ് ഔട്ട് കാണുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചെറുതായിട്ട് മദ്യം കഴിക്കുന്നുണ്ട് എന്നൊരു സൂചന കിട്ടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്ന അദ്ദേഹത്തിന് ബിസിനസ് ചെയ്ത് വല്ലാത്ത കടം വന്നു കയറി. ഈ കടം വന്ന് അദ്ദേഹത്തെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ വലിയൊരു തുക ബാധ്യതയിലേക്ക് വന്നു. അപ്പോൾ ഇതെങ്ങനെ കടം വീട്ടും എന്നുള്ള ചിന്ത ഇദ്ദേഹത്തെ കയറി ബാധിച്ചു. വീട്ടിൽ സന്തോഷമില്ലാണ്ടായി, ഭാര്യയോടും മക്കളോടൊക്കെ ദേഷ്യപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹമില്ലാതെയായി. അവസാനം അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗമാണ് ഇത്തരത്തിലുള്ള ഒരു ഭാരം, ആ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗമാണ് ഇങ്ങനെയുള്ള അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയും. അനാരോഗ്യകരമായ വഴികളിലൂടെ ആ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ളൊരു മാർഗം സ്വീകരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, ചെറുപ്പക്കാർ ചിലപ്പോൾ ചെയ്യുന്നത് എന്താണ്? വീട്ടിൽ അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് പറയുന്നു, എപ്പോഴും ശാസിക്കുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതിയുള്ള ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവർ സമപ്രായത്തിലുള്ള മറ്റ് കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു, സമയത്ത് വീട്ടിൽ വരാതെയാകുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോയിട്ട് സ്കൂളിലെത്തുന്നില്ല, മറ്റു പല വഴിക്ക് സിനിമയ്ക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള വഴികളിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു വീട്ടിൽ ഉള്ള ആ കോൺഫ്ലിക്റ്റിൽ നിന്ന്, അവർക്കുണ്ടാകുന്ന ആ സ്ട്രെസ്സിൽ നിന്ന് ഒന്ന് പുറത്ത് കിടക്കാനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന ചില മാർഗങ്ങളായിട്ട് നമുക്ക് ഒരുപക്ഷെ അതിനെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ ആളുകൾ അവരുടെ ഈ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതൊന്നും ശരിയായ രീതികളല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ശരിയായ രീതിയിലല്ല പല സമയത്തും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അവരെ നമ്മൾ കോച്ച് ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള പ്രശ്നപരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടത്. കാരണം ഈ വഴിക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വേറെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ട് എത്തിക്കും ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച്
നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പം ഇങ്ങനെ പല വഴികളിലൂടെ നമ്മൾ ആളുകളെ ഒബ്സർവ് ചെയ്താൽ ഈ ആളുകളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഒബ്സർവേഷൻ എപ്പോഴും ശരിയാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാടിക്കയറി ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു തെറ്റായ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഏത് മനുഷ്യൻ്റെ ഏത് പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കായി എന്ന് മറ്റു ചിന്തിക്കരുത്. ഇത് നമുക്ക് ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടാകാം. പക്ഷേ ഇതൊക്കെ സൂചനകളാണ്. ഇതൊക്കെ നിങ്ങൾക്കൊരു തുടക്കം കുറിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സൗര്യമാരുടെയൊക്കെ ജീവിതത്തിലൊരു പ്രയാസമുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ടൊരു കാരണമായിട്ട് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്താൽ, ലക്ഷണങ്ങൾ ഒബ്സർവ് ചെയ്താൽ സാധിക്കുന്നതാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഒബ്സർവ് ചെയ്യുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിസൺ, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, അതായത് മറ്റുള്ളവരെ അല്ലെങ്കിൽ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, ആളുകൾക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കുക. ഈ നമുക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉപദേശം കൊടുക്കാനായിട്ടുള്ള തിടുക്കമാണ് എപ്പോഴും. ഉപദേശം കൊടുക്കാനായിട്ടുള്ള തിടുക്കമാണ്. നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ്, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ചറപറാന്ന് പറയും ഉപദേശമൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ തിടുക്കം കൂട്ടുന്നവരാണ്. പ്രത്യേകിച്ച് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഉപദേശം കൊടുക്കാനായിട്ടുള്ള ഒരു സ്റ്റോക്കുമായിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഞങ്ങൾ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാക്ടിക്കലിനായിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിടുവാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഈ ടെർമിനലി ഇല്ലായിട്ടുള്ള ആൾക്കാർ, അതായത് മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അവിടുന്ന് മരത്തിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞ് കിടക്കുന്നവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള വളരെ കണ്ടീഷൻ മോശമായിട്ടുള്ള രോഗികളാണ്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച സാറിനോട് ഞങ്ങൾ ചോദിച്ചു, സാറേ ഇത് ഞങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ട് എന്നാ പറയണേ ഇവരോട്, ഞങ്ങൾ എന്ത് പറയണം അതിങ്ങോട്ട് പറ, എന്നാലല്ലേ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളോട് പറയാനാരാ പറഞ്ഞു, യു ഗോ ദെയർ, ബി വിത്ത് ദം, കം ബാക്ക് വിത്ത് യുവർ റിപ്പോർട്ട്, അത്രയും മതി. അപ്പോൾ അവിടെ പോയി, ഇപ്പോൾ പ്രായമായ ചില അമ്മച്ചിമാർ കിടക്കുന്നുണ്ട്, അപ്പച്ചന്മാരുണ്ട്, നമ്മളവിടെ പോയിട്ട് അവരുടെ അടുത്ത് പോയി കസേരയിട്ടിരിക്കുന്നു. എന്നിട്ട് എന്നാ അപ്പച്ച വിശേഷം എന്ന് തുടങ്ങി കൊടുത്താൽ മതി. ഇവരുടെ ജീവിതത്തിലെ കഥകളൊക്കെ ഇങ്ങോട്ട് പറയും. കാരണം ആരും കേൾക്കാനില്ല. ഇവർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആകുലതകൾ, ഇവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഇവരുടെ ഭാരങ്ങൾ, ഇവരുടെ ഭാവിയെക്കുറിച്ച് ഇവരുടെ ചിന്തകൾ, ഇതെല്ലാം ഇവർ നമ്മളോട് ഇങ്ങനെ ഇരുന്ന് പറയും. കേൾക്കാനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ചില പ്രോംപ്റ്റിംഗ് ടെക്നിക്സൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ആ ഒരു ചില കാര്യങ്ങൾ, ചില സൂചനകളൊക്കെ, ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ പോലീസുകാർ ചോദ്യം ചോദിക്കുന്ന പോലും ചോദിക്കാൻ നിൽക്കരുത്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രയാസം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ, അതെന്നാ അത്, എന്താ വിഷമം? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ ചിലപ്പം പറഞ്ഞു എന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, കേൾക്കാനുള്ളൊരു മനസ്സ്, പറയാനായിട്ടുള്ള താല്പര്യമല്ല, ഉപദേശിച്ച് നന്നാക്കാനായിട്ടുള്ളൊരു തിടുക്കമല്ല, ഇതൊന്നും നമുക്ക് വേണ്ട. ക്ഷമയോടുകൂടി കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഏത് മനുഷ്യനും പറയാൻ താമസവും കേൾപ്പാൻ വേഗതയും ഉള്ളവരായിരിക്കുക എന്ന് പറയുന്നത്. കേൾക്കാനുള്ള വേഗത, കേൾക്കാനുള്ള മനസ്സ്, ഇത് ഇന്ന് പലർക്കും നഷ്ടമായിരിക്കുന്നൊരു കാര്യമാണ്. നമ്മളെ കേൾക്കാനായിട്ട് ആളുകൾ വേണം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയണമെന്നുണ്ട്, ഒത്തിരി ഭാരങ്ങൾ ഹൃദയത്തിലുണ്ട്. പക്ഷെ ആരോട് പറയും? അതൊരു ചോദ്യമാണ്. ആരോട് പറയും? അപ്പം അങ്ങനെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, കേൾക്കാനായിട്ട് മനസ്സും ക്ഷമയും ഉണ്ടെങ്കിൽ ആളുകൾ നമ്മുടെ അടുക്കൽ അവരുടെ വിഷയങ്ങൾ പറയും. അല്ല, നമ്മൾ ഭയങ്കര തിരക്കാണ്, നമുക്കൊന്നിനും സമയമില്ല, അല്ല അവിടെ ക്ലാസ്, ഇവിടെ ക്ലാസ്, അവിടെ വിസിറ്റിംഗ്, ഇവിടെ സുവിശേഷ വേല, എന്തെല്ലാം പരിപാടികൾ അതിൻ്റെയൊക്കെ അടുത്ത്. അപ്പോൾ ഞാൻ ഒരിക്കലും സഹോദരന്മാരോട് ഇങ്ങനെ ചർച്ചയിൽ പറഞ്ഞത്, ഞാനിവിടെ ഈ വാഴക്കുളത്ത് വന്ന് താമസിക്കുന്നുണ്ട്, നിങ്ങളാരും എന്നെ വിളിക്കാറുമില്ല, വർത്താനം പറയാറുമില്ല എന്നൊരു വിഷമം എനിക്കുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ പറയാം, അതിന് സന്നിധാനം ഭയങ്കര തിരക്കല്ലേ, ഇനി ഇങ്ങനെ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാത്തത് എന്ന് പറയാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടിയുള്ള തിരക്കുള്ളൂ, വേറെ തിരക്കൊന്നും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ശുശ്രൂഷ. അപ്പോൾ ആ രീതിയിൽ നമ്മളെ കാണണം എന്ന് നമ്മൾ പിന്നെ ആൾക്കാരോട് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ആളുകൾ നമ്മുടെ അടുക്കൽ വരാനായിട്ട് ഒരു സ്പേസ് നമ്മൾ തുറന്നിടണം. നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം.
എങ്കിലേ ആളുകൾ നമ്മുടെ അടുത്ത് ഒന്ന് പറയുള്ളൂ. ഇനി ആളുകളോട് ചോദിക്കുക, ഇങ്ങനെ ഒരു പ്രയാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അവർക്ക് പറയാനായിട്ട് എളുപ്പമുണ്ടാക്കുന്ന രീതിയിൽ ചോദിക്കാം. നിങ്ങൾക്ക് പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പറയാം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സംസാരിക്കാവുള്ളൂ. അതല്ലാണ്ട് പറ സവര എന്തോ പ്രശ്നമുണ്ടല്ലോ പറ എന്നും പറഞ്ഞ് പുറകെ കടന്ന് ശല്യപ്പെടുത്തിയൊന്നും പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല പല സമയത്ത്. ചില ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കാണും, ഒത്തിരി പ്രയാസങ്ങൾ കാണും. ഒരുപക്ഷെ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഏതായാലും കേൾക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ട് എന്നവർക്ക് നമ്മൾ ഒരു ഹിൻഡ് കൊടുക്കണം, ഒരു മെസ്സേജ് കൊടുക്കണം. അന്ന് നമ്മൾ പറഞ്ഞു സോറിന് എപ്പോഴെങ്കിലും സംസാരിക്കണം തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവൈലബിളാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ എന്തെങ്കിലും വിഷയങ്ങൾ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നിയാൽ ഞാനുണ്ട് സൗര എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഒന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നത്. അവർ മെൻ്റലി അതിന് പ്രിപ്പയർഡ് ആവേണ്ട വരും ചില സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആളുകളെ കേൾക്കണം, ആളുകളെ ശ്രദ്ധിക്കണം, അവരുടെ കൂടെ ഇരിക്കണം. അതുപോലെ തന്നെ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ പ്രശ്നം എന്നതാണെന്ന് ഊഹിക്കരുത്. കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം, ഈ ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്. ഈ പല ഡോക്ടർമാരെ കുറിച്ചും ആളുകൾ പറയുന്നുണ്ട്, നമ്മളവിടെ ചെന്ന് നമ്മുടെ പ്രശ്നം മുഴുവൻ പറഞ്ഞതിന് മുമ്പ് അവർ മരുന്ന് കുറിച്ച് കഴിഞ്ഞു. നമ്മൾ ഓരോ ലക്ഷണങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ലേ, നമ്മുടെ പ്രയാസം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അവർ മരുന്ന് കുറിച്ച് അടുത്ത ആളെ വിളിക്കും. അല്ലേ, സൈക്യാട്രിക് ഡോക്ടർമാരെ അടുത്ത് ചെല്ലുന്ന കുറിച്ച് ചിലർ പറയുന്ന നമ്മൾ ചിലപ്പോൾ റെഫർ ചെയ്യും ആളുകളെ. അപ്പം അവർ പറഞ്ഞ ആ ഡോക്ടർ നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ല, ചെന്ന വഴി മരുന്ന് കുറിച്ച് തന്നു. കാരണം അവർക്കതൊരു പ്രൊഫഷനാണ്. അവരുടെ പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് വിഷയമൊന്നുമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ ശുശ്രൂഷയാണ്, ഒരു ശുശ്രൂഷയാണ്. നമ്മൾ ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിനാണ് കർത്താവ് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആളുകളെ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ്. ആളുകളുടെ പ്രശ്നങ്ങൾ വെറുതെ കേൾക്കുക എന്നുള്ളതല്ല, അതിനെ ഒരു നല്ല പരിഹാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമവും കൂടെ നമ്മൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഈ സാധാരണ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റുന്നെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരാൾ പറയുന്ന ഒരു ഭാര്യ വന്ന് ഭർത്താവിൻ്റെ പ്രശ്നം പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് വന്ന് ഭാര്യയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ അല്ലേലും എനിക്ക് അങ്ങനെയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, അല്ലേലും എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരി അങ്ങനെയാണ്. നമ്മൾ നേരത്തെ ഒരാളുടെ ഒരു വശം മാത്രം കേട്ടുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് ചിലപ്പോൾ എത്തും. ആർക്കാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മളങ്ങ് നേരത്തെ തീരുമാനിക്കും. എന്നിട്ട് ചെന്നിട്ട് മറ്റേ ആളോട് സംസാരിക്കും. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പം സംഭവിക്കുന്ന എന്താണ്, മറ്റേ ആൾ ടോട്ടലി അങ്ങ് നിസ്സഹായ അവസ്ഥയിലേക്ക്, ഒരു പ്രതിസ്ഥാനത്ത് കയറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവസാനം ചിലപ്പോൾ എൻ്റെ പൊന്നു സാർ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക് എന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഒരാളുടെ മാത്രം കേട്ടുകൊണ്ട് 2 കക്ഷികൾ ഉൾപ്പെടുന്ന വിഷയമാണെങ്കിൽ കേട്ടോ, 2 കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ ഒക്കെ, 2 സഹോദരന്മാർ തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിലൊക്കെ നമ്മൾ കേൾക്കുമ്പം 2 ഭാഗവും വിശദമായിട്ട് കേൾക്കാനായിട്ട് നമുക്ക് മനസ്സും സമയവും ഉണ്ടാകണം. എങ്കിലേ യഥാർത്ഥത്തിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരാളുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കരുത്. 2 കൂട്ടരെയും നമ്മൾ ശരിക്കും കേൾക്കണം. അതുപോലെ ഓൾവേസ് റെസ്പെക്ട് ദ പ്രൈവസി ഓഫ് അതേഴ്സ്. എന്ത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്, നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില ആളുകൾ അവർ ഓപ്പണപ്പ് ആവില്ല, അവർ തുറന്നു പറയാനായിട്ട് അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബലം പിടിച്ചു പറ്റി അവരെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കരുത്. പിന്നെ ചില ആളുകൾ പറഞ്ഞു വരുമ്പം അവർ പറഞ്ഞത് നമ്മൾ കേട്ടു, പക്ഷെ നമുക്ക് തൃപ്തിയായില്ല, നമുക്ക് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവരുടെ ഡീപ്പായിട്ടുള്ള ചില പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയൊന്നും ചെയ്യാൻ പോയേക്കരുത്. എന്ന് പറഞ്ഞാൽ ആളുകൾ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ തൽക്കാലം പെട്ടെന്ന് ചാടി കയറി പ്രവേശിക്കരുത്. ഒരുപക്ഷെ അതിന് കുറച്ചുകൂടെ സമയം വേണമായിരിക്കും. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് അവർക്കൊരു നമ്മളെ ട്രസ്റ്റ് ചെയ്യാം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. എങ്കിലേ അവർ നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ.
അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ ദിവസങ്ങളെടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളോട് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു ഫീലിംഗ് അവർക്ക്, ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകണം. അപ്പോൾ കേൾക്കാനായിട്ട് മനസ്സുള്ളവരാകുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഉപദേശം കൊടുക്കാനല്ല, കേൾക്കുക, കേട്ടിരിക്കുക. അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ. പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിഹാരമൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പല കേസുകളിലും പരിഹാരമല്ല ആളുകൾ അന്വേഷിക്കുന്നത്. അവർ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് മാത്രമേ ആളുകൾ ചിന്തിക്കുന്നുള്ളൂ. പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ അവർക്കറിയാം, പക്ഷെ അതൊന്ന് കേൾക്കാനായിട്ടുള്ള മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ, അവരുടെ ഈ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാനായിട്ട് ഒരു സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ചില കൗൺസിലിംഗ് സെഷനിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ല, പക്ഷെ അവർ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്താ ചെയ്തത്? ഇവരെ കേൾക്കാനായിട്ട്, ഇവരുടെ ജീവിതത്തിൽ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടിരുന്ന് കേട്ടു. 2-3 മണിക്കൂറുകൾ ഇരുന്ന് കേട്ടു. ഇവർ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ഭാരം മുഴുവനും പോയി. അവർ സമാധാനമായിട്ട് പോയി. ഇതിങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു, ആരോടും പറയാനില്ലാതെ. മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ളത്, പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാനോ നമുക്ക് മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ല എന്നുള്ള കാര്യം നമ്മളങ്ങ് ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, മൾട്ടിപ്പിൾ പ്രശ്നങ്ങളുണ്ടാകാം. ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ യുണീക്കാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അനുസരിച്ച്, സിറ്റുവേഷൻസ് അനുസരിച്ചൊക്കെ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും. ഇനി ചില പ്രശ്നങ്ങളിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ ചേർന്ന് വേറൊരു പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് എല്ലാം കൂടെ മനസ്സിലാക്കണത്? എല്ലാം കൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നല്ല സ്കില്ല് വേണം, അറിവ് വേണം, അതിനുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പല പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല, ചിലതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിനകത്ത് പിന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കരുത്. അതിനെ റെഫർ ചെയ്യുക മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഒരു വിശ്വാസിയുടെ പ്രശ്നങ്ങൾ കേട്ടു, ആ പ്രശ്നങ്ങൾ ഞാനത് ഇടപെട്ടാൽ ശരിയാവില്ല, അതിനൊക്കെ കുറച്ചുകൂടെ പ്രാവീണ്യമുള്ള സഹോദരന്മാരുണ്ട്, അവരുടെ അടുത്തേക്ക് വിടാവുന്നതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നണം. മനസ്സിലായില്ലേ? അങ്ങനെ തോന്നണം. അങ്ങനെ തോന്നിയില്ലേ പ്രശ്നമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് അവർ ഓവർ കോൺഫിഡൻ്റ് ആണ്, അവരുടെ തന്നെ കഴിവുകളിൽ അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയും, ഇതൊക്കെ നമുക്ക്, ഞാൻ ഇതുപോലെ എത്രയോ പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്നു, ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അല്ലേ? ഏത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു കോംപ്ലക്സാണ് മെസ്സിയാനിക് കോംപ്ലക്സ് എന്ന് പറയും. ഞാനൊരു മെഷിഹായാണ്, രക്ഷകനാണ് എന്നൊരു തോന്നുന്നു, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ട്. അതിന് മെസ്സിയാനിക് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കഴിവുള്ള ആരുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ചില ആളുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റിയെന്ന് വരും. അതേപോലെയുള്ളൊരു പ്രശ്നം, സെയിം കേസുമായിട്ട് വരുന്ന വേറെ ചിലരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അത് ആളുകളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചും അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ചും അതിനോട് ചേർന്ന് വരുന്ന അനുബന്ധ പ്രശ്നങ്ങൾക്കനുസരിച്ചും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. അപ്പോൾ ഈ റെഫർ ചെയ്യുക എന്ന് പറയുന്നത് കൗൺസിലറുടെ ഒരു പരാജയമല്ല കേട്ടോ. നമ്മളൊരാളെ ഒരാളോട് സംസാരിച്ചു, എന്നിട്ട് പറയണ, സൗര, എനിക്ക് നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതിന് പറ്റുന്ന ഒരു സഹോദരൻ നമ്മുടെ കൂടെയുണ്ട്, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം, അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് ചെല്ല് എന്ന് പറഞ്ഞു വിടുന്നത് എൻ്റെ കഴിവുകേടല്ല. അങ്ങനെ ചിന്തിക്കരുത്. എന്നെക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അതെൻ്റെ കഴിവുകേടാണ്, ഞാനൊരു മൂപ്പനാണ്, മൂപ്പന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ഇനിയിപ്പോൾ ആരുടെയെങ്കിലൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടല്ലേ എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. നമുക്കറിയാമല്ലോ, ചില കേസുകൾ ഇപ്പോൾ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണെങ്കിലും ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് അതിനെ വഷളാക്കി കുളമാക്കി അവർ വെച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് നമുക്കറിയാം. എന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും അവർ കിട്ടിയ ഒരു ഇരേനെ പരമാവധി ഊറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് ചില ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയ കേസുകളുണ്ട്. പക്ഷേ നല്ല ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത് എന്താണ്? അവർ മരുന്ന് കൊടുത്ത് നോക്കും, രക്ഷപ്പെട്ട് കുറയുന്നില്ല. അപ്പോൾ അവർ പറയും നല്ല ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോക്കോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോക്കോ എന്ന് പറഞ്ഞു വിടുന്ന അവരുടെ പരാജയമല്ല, അത് ആ ഡോക്ടറെക്കുറിച്ചുള്ള നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റെഫർ ചെയ്ത് വിടാനായിട്ട് കഴിയണം.
ഇപ്പോൾ പാസ്റ്റോറൽ കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വിശ്വാസികളുടെ ജീവിതത്തിൽ കാര്യങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയിലെ ശുശ്രൂഷകനായിട്ടുള്ള സൗരനോട് ഈ വിഷയം ഒന്ന് പറ സൗര, കുറച്ചുകൂടെ ഞങ്ങളെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മിഷണറിമാരായിട്ടുള്ള സൗരന്മാരുണ്ട് അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഈ ചില കേസുകളിൽ നമ്മൾ അവരുടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വിടേണ്ടവരുമായിരിക്കും. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയാതിരിക്കണം. ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് ഫിസിക്കൽ പ്രോബ്ലംസ് ആണോ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ, അത് സ്പിരിച്വൽ പ്രോബ്ലം ആണോ, ഇത് എന്ത് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെങ്കിലേ നമുക്കിവരെ എങ്ങോട്ട് പറഞ്ഞു വിടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ചില കേസുകൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക്, മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വിടേണ്ടി വരും, ചിലരെ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ടി വരും, ചിലരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ടി വരും, ചിലരെ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന സൗരന്മാരുടെ അടുത്ത് വിട്ടാൽ മതിയാവും. അതെ, അപ്പോൾ എങ്ങോട്ടാണ് വിടേണ്ടതെന്ന് നമുക്ക് അറിയാതിരിക്കണം. അതുമാത്രമല്ല, നമ്മളിപ്പം കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ റെഫർ ചെയ്യുമ്പോൾ കഴിയുന്നത്ര ക്രിസ്ത്യൻ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് മാത്രം വിടാനായിട്ട് ശ്രമിക്കുക. ക്രിസ്ത്യൻ കൗൺസിലേഴ്സ്, കാരണം സെക്യുലർ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ദൈവത്തെ പരിഗണിക്കുന്നില്ല, പാപത്തെ പരിഗണിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ പരിഗണിക്കില്ല. പലപ്പോഴും ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ പോകാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു സ്ത്രീ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വന്നു. അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ടിൽ വല്ലാത്തൊരു ടെൻഷനിലാണ് പുള്ളിക്കാരി വന്നത്. അത് പറഞ്ഞ സാറേ എനിക്ക് ഉറക്കമില്ലാതെയായിട്ട് കുറച്ച് നാളുകളായി, വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത പേടിയാണ്. അപ്പോൾ ഞാനിതിനു മുമ്പൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പം പുള്ളിക്കാരനോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ പ്രശ്നം ഇതാണ്, ഒരു മാരീഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, പക്ഷേ അയൽവക്കത്തുള്ള ഒരു മനുഷ്യനുമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെടേണ്ട വന്നു. ഒരിക്കൽ സംഭവിച്ചു. അപ്പോൾ ഭർത്താവിനെ വഞ്ചിച്ചു, തെറ്റ് ചെയ്തു എന്നുള്ള വല്ലാത്ത കുറ്റബോധം. ഒരിക്കൽ മാത്രമേ സംഭവിച്ചുള്ളൂ, ഇനി ഒരിക്കലും ഞാനത് ചെയ്യൂല്ല എന്നൊക്കെ തീരുമാനമൊക്കെ എടുത്തു. അപ്പോൾ ഈ കുറ്റബോധമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ സ്ത്രീ. ഒത്തിരി പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യമേ തന്നെ ഒരു കൗൺസിലറെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണെന്നേ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതിനകത്ത് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ചതിക്കണമെന്ന് വെച്ചിട്ടൊന്നും ചെയ്തതൊന്നുമല്ലോ, സാഹചര്യശാൽ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ, അതുകൊണ്ട് സാരമില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫീസും വാങ്ങിച്ച് വീട്ടിൽ വിട്ടു. ഇതൊക്കെ ചെയ്യാത്തവരായിട്ട് ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീട്ടിൽ വിട്ടു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല, പിന്നെയും പ്രശ്നമാണ്. ഇത്രയും കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഈ സൗര്യയോട് പറഞ്ഞു, സൗര്യ, നിങ്ങൾക്ക് ആദ്യം തന്നെ ആവശ്യമെന്ന് പറയുന്നത് ക്ഷമയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ക്ഷമിച്ച് കിട്ടുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഞാൻ ആ സൗര്യയോട് സുവിശേഷം പറഞ്ഞു. കർത്താവ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തതും ക്രൂശിൽ മരിച്ചതും എങ്ങനെയാണ് പാപക്ഷമ കിട്ടുന്നത് എന്നൊക്കെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ സൗര്യയോടിരുന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുക്കൽ ഈ പാപം ഏറ്റുപറയാനായിട്ട് പറഞ്ഞു. ഇവരിരുന്ന് കണ്ണുനീരോടുകൂടി ആ പാപം ഏറ്റുപറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് പറയാം, എൻ്റെ പൊന്ന് സാറേ സമാധാനമായി, ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയ പോലെ ഒരു തോന്നൽ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസ് ഒരു സെക്യുലർ കൗൺസിലർ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അവരാ കുറ്റബോധം എടുത്ത് മാറ്റിക്കളയുള്ളൂ. മനസ്സിലായില്ലേ? കുറ്റബോധം ഇല്ലാതെ പാപം ചെയ്യാനായിട്ടുള്ള കൗൺസിലിങ്ങാണ് അവർ കൊടുക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്. കൗൺസിലറുടെ അടുത്ത് ചെന്നു, എനിക്ക് ഇയാളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭാര്യയും പറയുന്നത്, എനിക്ക് ഇയാളുമായിട്ട് രണ്ടുപേർക്കും സന്തോഷമില്ല, പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നത്? അപ്പോൾ വിശ്വാസകോളത്തിലല്ലാത്ത ഒരു യങ് കപ്പിൾ കൗൺസിലിങ്ങിനായിട്ട് കഴിഞ്ഞ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള രണ്ടുപേരാണ്. അപ്പോൾ ഇവർ വന്നു, സംസാരിച്ചു കുറേ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആദ്യത്തെ സെഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിത് പോയി വർക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. പക്ഷേ ഈ ഭർത്താവ് ഒട്ടും കൗൺസിലിങ്ങിനോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാറ്റവും വരുത്താനായിട്ട് താല്പര്യമില്ല. എന്നാൽ ഈ പെങ്കൊച്ച് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും വരുമ്പോഴും ഇദ്ദേഹത്തിന് പറയുന്നത്, എനിക്ക് നന്നാവണമെന്നുണ്ട് സാറേ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇതാണ് ഇദ്ദേഹം പറയുന്നത്.
അങ്ങനെ 2 സെഷൻ കഴിഞ്ഞ് 3-ാമത്തെ സെഷൻ്റെ സമയത്തിന് മുമ്പ് ഈ പെൺകുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, സാറേ അടുത്ത പ്രാവശ്യം കൗൺസിലിങ്ങിന് വരുമ്പോൾ സാറിന് ഒരു ഉപകാരം ചെയ്യാമോ? എന്താണ്? നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവില്ല, പിരിയുന്നതാണ് നല്ലത് എന്ന് സാറൊന്ന് പറയാമോ? എനിക്ക് ഇയാളുടെ കൂടെ ഇനി ജീവിക്കേണ്ട, പിരിഞ്ഞാൽ മതി. അതിന് സാർ ഒരു വാക്ക് പറയണം, ഡിവോഴ്സ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയണം. അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ കൗൺസിലറാണ്, എനിക്ക് എൻ്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായി എൻ്റെ അടുത്തേക്ക് വരണ്ട, വേറെ ഒത്തിരി കൗൺസിലർമാരുണ്ട്, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും അറ്റ് എനി കോസ്റ്റ് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാറേ എന്നാൽ ഒന്നോടെ ശ്രമിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞു പുള്ളിക്കാരി പിന്നെ പോയി. പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരാളെ റെഫർ ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് സെക്യുലർ കൗൺസിലറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പരിഹാരമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഇടത്തേക്ക് നമ്മൾ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നത്തിൽ അവസാനിക്കും. കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ ഈ പ്രമാണങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ക്രിസ്ത്യൻ കൗൺസിലറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് അവരുടെ സ്പിരിച്വൽ ലൈഫും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട്, ദൈവത്തെയും പാപത്തെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 4-മതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാളെ കൗൺസിലിങ്ങിന് നമ്മൾ വിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഫാമിലി ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ. നമ്മൾ അവരിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ സഹായമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, സഭയ്ക്ക് വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. യു ക്യാൻ ബി എ കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച്. ആ കൗൺസിലിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ സഭയിൽ കാണും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും പിടിയില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ പറയും, കൗൺസിലിംഗ് എന്നാ വണ്ണം കേട്ടോ, വേറെ വല്ല പണിയൊന്നുമില്ല, പോയിരുന്ന് പ്രാർത്ഥിക്കുക വരാം, പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഉപദേശം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളാരും പറയരുത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ആ കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ അവർക്ക് നല്ല രീതിയിൽ കടന്നു പോകാനായിട്ട് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഈ ചെറിയ ചെറിയ മാറ്റങ്ങളെ നമ്മൾ അഫേം ചെയ്യുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, സവര കഴിഞ്ഞ ആഴ്ച കണ്ടേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കേട്ടോ, ഗുഡ്, നല്ല കാര്യം, അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ, മുമ്പോട്ട് പോട്ടെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളൊരു അഫർമേഷൻ കൊടുത്താൽ ഈ ചെറിയ മാറ്റങ്ങളെ വീണ്ടും കൂടുതൽ കൂടുതൽ മാറ്റങ്ങളിലേക്ക് പോകാനായിട്ട് ആളുകൾക്ക് സഹായകരമായിരിക്കും. പലപ്പോഴും ഈ മദ്യപാനികൾക്ക് സംഭവിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. മദ്യപാനം നിർത്താനായിട്ടുള്ള കൗൺസിലിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് ഇവരെ സംസാരിച്ച് ഇവർക്കൊരു മോട്ടിവേഷനൊക്കെ ആയി ഇത് നിർത്തണം എന്നൊക്കെ വിചാരിച്ച് അവർ പറയും, സാറേ ഞാൻ ഇന്ന് പോലെ കുടിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് എന്നിട്ട് ഭാര്യയോട് പറയും, എടി ഞാൻ കുടി നിർത്തി കേട്ടോ, ഇനി വേണ്ട ഈ സാധനം. ഇടത്ത് ഇങ്ങനെ നോക്കൂ, നിങ്ങളോ? ഞാനിത് എത്ര കണ്ടേക്കണേ മനുഷ്യ, അല്ലടി ഞാൻ സത്യമായിട്ടും കൂടി നിർത്തി. എല്ലാ 1-ാം തീയതി ഇത് പറയണതല്ലേ. ഇത് 2-3 പ്രാവശ്യം പറയുമ്പോൾ ഈ മനുഷ്യൻ ദേഷ്യം വരും. എന്നാ ഞാൻ കാണിച്ചില്ല എന്ന് പറഞ്ഞ് പോയി 2 വിളിച്ചിട്ട് വരും. സാധാരണ ഇതിൽ നമ്മൾ ഈ മദ്യപാനികളെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരുടെ കുടുംബങ്ങളെ കൂടെ വിളിച്ച് കൗൺസിൽ ചെയ്യണം. കാരണം ഈ മനുഷ്യനെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്ത് പോകണം, എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യം ഉള്ള കോച്ചിങ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനൂടെ കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ഇദ്ദേഹം പല പ്രാവശ്യം വീണ മനുഷ്യനാണ്, പല പ്രാവശ്യം വാക്ക് തെറ്റിച്ച മനുഷ്യനാണ്. അപ്പോൾ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഇദ്ദേഹത്തെ അവരൊന്ന് മുഖവിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ട്, ആ മാറ്റം വരുത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും കൂടെ ഉള്ളൊരു മനസ്സ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കുണ്ടെങ്കിലേ ആ മാറ്റം എളുപ്പമാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. സഭയിൽ ഉള്ള പ്രശ്നങ്ങൾ, ഈ കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ ഇടപെട്ട് കൗൺസിലിങ്ങിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു. ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒരു നല്ല കാര്യമായിട്ട് അതിനെ നമ്മൾ അംഗീകരിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനും നമുക്ക് കഴിയണം.
അപ്പോഴാണ് അവർക്ക് കൂടുതൽ ഉത്സാഹം ആ കാര്യത്തിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കൗൺസിലിങ്ങിനെ കുറിച്ചും കൗൺസിലിംഗ് പ്രോസസ്സിനെ കുറിച്ചും കൗൺസിലറെ കുറിച്ചും ഒന്ന് നെഗറ്റീവായിട്ട് അവരോട് സംസാരിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഉപകാരം ചെയ്യുക. ചില ആളുകൾ ചെയ്യുന്നതാണ്, അയാളുടെ അടുത്താണോ പോണത്, ആ സൗകര്യം അടുത്താണോ എൻ്റെ തന്നെ, ഞാനൊന്ന് പോയതാ വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമൻസ് നമ്മൾ പറയുമ്പോൾ പിന്നീട് ആ വ്യക്തി ഈ സഹോദരൻ്റെ അടുത്ത് പോകാനായിട്ടുള്ള യാതൊരു താല്പര്യവും ഇല്ലാതെ പോകും. അതുമാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ശരിയാവില്ല എന്ന ഒരു നെഗറ്റീവ് ഫീലിങ്ങിലേക്ക് അവർ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി അവരുടെ കൗൺസിലിംഗ് പ്രോസസ്സിനെ കുറിച്ചൊന്നും ചകഞ്ഞ് അന്വേഷിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് എന്നാ സാറേ പറഞ്ഞേ, എന്നാ പറഞ്ഞേ, അവരെന്നാ പറഞ്ഞു, കൗൺസിലർ എന്നാ പറഞ്ഞു എന്നും പറഞ്ഞ് ഒത്തിരി അന്വേഷിക്കാനൊന്നും പോകണ്ട. പോയി സംസാരിച്ചോ, അതിനൊരു പ്രയോജനമായിരുന്നോ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു സാർ, ഓക്കെ, ഇനിയും പോകണം, ദൈവം സഹായിക്കും, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മുടക്കരുത്. ഈ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ രോഗത്തിന് വേണ്ടി പോയിട്ട് ഡോക്ടർമാർ ചില കോഴ്സ് ഓഫ് മെഡിസിൻ കൊടുത്തു വിടും അല്ലേ. അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ഒരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. 2 ഗുളിക കഴിച്ചിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചിലർക്ക് അങ്ങനെ 2 ഗുളിക കഴിച്ചു, ഞാൻ പിന്നെ നിർത്തി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് കൗൺസിലിങ്ങിലും സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, ഒത്തിരി പേരുടെ അനുഭവത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. കൗൺസിലിംഗ് പ്രോസസ്സ് പൂർത്തിയാക്കില്ല. അപ്പോൾ ഈ കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കാൻ പോലും പറ്റിയെന്ന് വരില്ല ചില സമയത്ത്. അതിന് മണിക്കൂറുകളെടുക്കും, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചർച്ചിലുള്ള ഒരാൾ 1 പ്രാവശ്യം കൗൺസിലിങ്ങിന് പോയി, 2 പ്രാവശ്യം കൗൺസിലിങ്ങിന് പോയി, ഇതുവരെ പ്രശ്നം പരിഹരിച്ചില്ലേ എന്ന് ദയവായി ചോദിക്കാതിരിക്കുക. അവരെ എത്ര പ്രാവശ്യം പോയിട്ടാണെങ്കിലും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് അവർക്ക് നൽകേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഈ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി കൗൺസിലിങ്ങിന് പോയി, ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോയി, അത് വലിയ വാർത്തയൊന്നും ആയിക്കൊണ്ട് നടക്കരുത്. മനസ്സിലായില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇതാണ്. കാരണം അവർ കടന്നു പോകുന്ന വിഷമം, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, ഇതൊന്നും ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ഹോബിയുണ്ട്, ഇത് മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ അവരോട് പറയുക എന്നത് ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർ ഇത് പ്രസംഗിക്കാനൊന്നും പോയിൻ്റായിട്ട് ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സഭയിലെ സഹോദരന്മാർ പറയും, ഞങ്ങളുടെ മൂപ്പനോട് ഒന്നും പറയാൻ നിവൃത്തിയില്ല സഹോദരൻ, അത് അടുത്ത ആഴ്ച പ്രസംഗം അതായിരിക്കും. ദയവായിട്ട് അങ്ങനത്തെ ശുശ്രൂഷകൾ ചെയ്യാതിരിക്കുക. ആളുകളെ വിഷമിപ്പിക്കുന്ന പറഞ്ഞാൽ അവർ ഒരു പ്രതിസന്ധികളെ കടന്നു പോവുകയാണ്, അവരെ വീണ്ടും വേദനിപ്പിക്കാതിരിക്കുക, അവർക്ക് സൗഖ്യം വരാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പരിശീലനം ലഭിക്കാത്ത വിശ്വാസികൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ ആവശ്യമാണ്. നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില അപകടങ്ങളിലൂടെ പറയാം. ഒന്നാമത് നമുക്ക് സംഭവിക്കാവുന്നൊരു അപകടമാണ് കൗൺസിലർ ക്യൂരിയോസിറ്റി എന്ന് പറയും. കൗൺസിലറുടെ കൗതുകം. ഈ ആളുകളുടെ പ്രശ്നങ്ങളിങ്ങനെ കേട്ടിരിക്കുമ്പോഴേ നമുക്ക് ഈ ആളുകളുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അതിനു വേണ്ടി നമ്മൾ ചിലപ്പം കൗതുകമുള്ളവരായിട്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള ചുഴിഞ്ഞു കയറിയുള്ള പരിപാടികളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ളതല്ലാതെ അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കും നമ്മൾ പോകാതിരിക്കുക. ആ വ്യക്തി പറയുന്ന അവരുടെ ആ പ്രശ്നങ്ങളെ കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഒരുപക്ഷെ അവരെക്കുറിച്ച് പലതും അറിയാൻ കാണും, അറിയണം തോന്നിയേക്കാം. അതൊന്നും എല്ലാം ചോദിച്ച എല്ലാ വിവരങ്ങളും കിള്ളി കളക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. രണ്ടാമത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടമാണ് കോൺഫിഡൻസ് ലീക്ക് എന്ന് പറയും. കോൺഫിഡൻസ് ലീക്ക്, നമ്മുടെ അടുക്കൽ പറഞ്ഞ കാര്യം വേറെ ആളുകളോട് പറയുക. ഇത് സഹോദരിമാർ ആണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. സഹോദരിമാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ബലഹീനതയുള്ളവരാണ്. സഹോദരന്മാർ സൂക്ഷിക്കേണ്ടത് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ ഭാര്യമാരോട്
എല്ലാ കാര്യവും മറ്റേ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഇതുപോലെയുള്ള ചില കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോയി ഈ സഹോദരിമാരോട് എല്ലാം മറ്റേ വിശദീകരിച്ച് പറയരുത്. കാരണം അവരിത് മുഴുവൻ കേട്ടില്ല, അവർക്ക് അതിൻ്റെ എല്ലാ സിറ്റുവേഷൻസും ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടത്. ഈ സൗകര്യമാർ രഹസ്യം സൂക്ഷിക്കാനായിട്ട് കഴിവുള്ളവരല്ലെങ്കിൽ അവരിത് മറ്റ് സൗകര്യമാരോടൊക്കെ പറയാൻ, അത് പറയണ സൗകര്യമാർ പറയണത് വേറൊരു രീതിയിലാട്ടോ. സൗകര്യമാർ പറയണ ഓൺലൈൻ പ്രാർത്ഥന, ഒരു പ്രാർത്ഥനാവശ്യമുണ്ട്, ഇന്ന കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഭയങ്കര ആത്മീയമായിട്ടൊക്കെ അത് അവതരിപ്പിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അവതരിപ്പിച്ച് ഇത് കൈവിട്ടു പോകും. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ഒരിക്കലും നമ്മുടെ അടുത്ത് ഒരു കാര്യം പറയാതെ നമുക്ക് ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. കോൺഫിഡൻസ് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സ്പിരിച്വൽ ഇംബാലൻസ്. സ്പിരിച്വൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രശ്നം കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളതിനെ അണ്ടർ എംഫസൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആത്മീയ പ്രശ്നങ്ങളെ ഒട്ടും കാണാതെ വിടും. ആത്മീയ കാര്യങ്ങളെ സ്പർശിക്കുക പോലുമില്ല. ഒരു ഫാമിലി പ്രോബ്ലം ഡീൽ ചെയ്യുന്നു, അപ്പോൾ അതിനകത്ത് ജസ്റ്റ് അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ വെറും സെക്യുലർ ആയിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചത് വരാം. ഇനി വേറെ ചില സൗരന്മാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഓവർ എംഫസൈസാണ്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എന്ത് കാര്യം പറഞ്ഞാലും 4 വാക്യം എടുത്ത് പ്രാർത്ഥന, ഉപവാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കണം. ആത്മീയ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കണം. പക്ഷേ അത് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ഹോളിസ്റ്റിക്കായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനകത്തൊരു മനുഷ്യന് ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുമുണ്ട്. ഇതെല്ലാം കൂടുന്ന മനുഷ്യൻ, ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഈ പ്രശ്നത്തിലാണെങ്കിൽ ഇത് ഈ പല ഭാഗങ്ങളും ഇൻവോൾവ് ആയിരിക്കും, പല ഏരിയാസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് സെക്ഷുവൽ സ്റ്റിമുലേഷൻ. അതായത് ആളുകൾ ചിലപ്പോൾ അവരുടെ സെക്ഷുവൽ പ്രോബ്ലംസ് നമ്മളോട് പറയും. അപ്പോൾ അവരുടെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പോണോഗ്രഫി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലെ ഇഷ്യൂസ് ആയിരിക്കാം, മറ്റ് തെറ്റായ ബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം. ഇതൊക്കെ നമ്മളോട് ചിലപ്പം പറഞ്ഞു എന്ന് വരാം. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കൗൺസിലേഴ്സിന് ഒരു സെക്ഷുവൽ സ്റ്റിമുലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ഈ കൗൺസിലർ ഒരു ബലഹീനനാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കുമ്പോൾ അത് താങ്ങാനായിട്ടുള്ള കഴിവില്ലെങ്കിൽ അത് പ്രശ്നമായിട്ടുള്ള കേസുകളുണ്ട്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കുമ്പം അതൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളോട് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്ക് അങ്ങോട്ടും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു സ്ത്രീ വന്നിരുന്നിട്ട് നമ്മുടെ മുമ്പിൽ അവരുടെ ഭർത്താവിൻ്റെ സ്നേഹമില്ലായ്മയും കരുതലില്ലായ്മയും ആ സ്ത്രീയുടെ ആവശ്യങ്ങളൊന്നും ഈ ഭർത്താവ് നടത്തി കൊടുക്കുന്നില്ല എന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമങ്ങൾ പറയുമ്പം ഈ കൗൺസിലർ ഒരു പക്വതയുള്ള ആളല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സ്ത്രീയുടെ കണ്ണുനീരൊപ്പാനായിട്ട് ഒരു ശ്രമം നടത്തും. മനസ്സിലായത്? നല്ല ഉദ്ദേശത്തോടെയൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. ഈ കണ്ണീരൊപ്പാനായിട്ട് ശ്രമം നടത്തി കഴിഞ്ഞാൽ, തുടർന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ വൾണറബിളാണ്. ഇവർ ഒത്തിരി എന്താ പറയുന്നത്, സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്കത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് അത് കിട്ടുന്നത്, എവിടെ നിന്നാണ് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകുന്നത്, അങ്ങോട്ട് ചായാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഞാനൊരിക്കലും ഒരു മദ്യപാനിയുടെ കുടുംബത്തെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കും. മദ്യപാനിയെ നമ്മൾ കൊണ്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പോൾ എന്നോട് ഒരു സാറേ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വിളിക്കാം, കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വിഷമങ്ങൾ പറയും. ആ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കും. ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ സംസാരിക്കും. അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ കേട്ടിരിക്കും, അതിൻ്റെ പരിഹാരങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി പറയും. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് സാറിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം സാറേ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റൂട്ടിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടോ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, വെറുതെ ടൈം പാസിന് വിളിക്കണ്ട, കാരണം എനിക്ക് വേറെ ഒത്തിരി ജോലികളുണ്ട് എന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു നിർത്തി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു പാതിരാത്രി ഒരു 11 മണി 12 മണി ആയപ്പം ഈ ഫോണിൽ ഈ മെസ്സേജ് വരുന്ന ഒരു ഒച്ചയാണ്. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, കിടന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെസ്സേജ് വന്ന് പറഞ്ഞു, ഞാനുണ്ട് എൻ്റെ ഭാര്യയുണ്ട്. മെസ്സേജ് വന്നു, ഉറക്കം വരുന്നില്ല മാഷേ. അപ്പം ഞാൻ ഭാര്യനെ കാണിച്ചു കൊടുത്തേ, ഉറക്കം വരുന്നില്ല മാഷേ എന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതോടുകൂടി ആ കൗൺസിലിങ്ങിന് നമ്മൾ ഫോണിലൂടെയുള്ള സംസാരം നമ്മൾ ബ്ലോക്ക് ചെയ്തു. അത് വേണ്ടാന്ന് പറഞ്ഞു. എന്തെങ്കിലും വിഷമങ്ങൾ പേഴ്സണലായിട്ട് പറയാൻ ഞാൻ എൻ്റെ ഭാര്യയുടെ നമ്പർ തരാം, പുള്ളിക്കാരെ വിളിച്ച് സംസാരിച്ചോ, എനിക്ക് വേറെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ പയ്യെ ഒഴിവാക്കിയിട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യാം. നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്നു, ഒരു ആശ്വാസം കിട്ടുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും അത് തേടാനായിട്ടൊരു പ്രവണത അവർക്കുണ്ടാകുന്നു. അപ്പം നമ്മളത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളതിനകത്ത് പെട്ടുപോകും, ആ ഗണിച്ചെന്ന് പെട്ടുപോകും നമ്മൾ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാലത്ത് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ള പുരുഷന്മാരുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അടുത്തവരോട് ഇടപഴകുകയും അവരെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരത് വേറെ രീതിയിലായിരിക്കും അവർ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുക. ആരോട് സംസാരിച്ചാലും, ഏത് പ്രായത്തിലുള്ളവരോട് സംസാരിച്ചാലും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചർച്ചിലുള്ള പെൺകുട്ടികളായിരിക്കും, പെൺകുട്ടികൾ ടീനേജ് പ്രായത്തിലുള്ള പെൺപിള്ളേരായിരിക്കാം. ഒരുപക്ഷെ നമുക്കൊരു നമ്മുടെ മക്കളെ പോലുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം നമുക്ക് അവരോടുള്ളത്. പക്ഷേ അവർ വരുമ്പോഴും നമ്മൾ സൂക്ഷിച്ചോളണം. മനസ്സിലായില്ലേ? കാരണം ചിലപ്പം ചില കുട്ടികൾ വരുന്നത് അവർ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ടുണ്ട്, സഭയിലുള്ള ആളുകളാൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു കൗമാരക്കാരി. അപ്പോൾ ആ പെങ്കൊച്ച് കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പം അവളുടെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പറയുന്നു. ആ അനുഭവങ്ങൾ പറയുമ്പോൾ തന്നെ അവൾ വളരെ വൾണറബിളാണ്. എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലായി അവളുടെ മനസ്സ്. മനസ്സിലായില്ലേ? അവൾക്ക് ഇത് ചെയ്യുന്ന ഇതൊരു പാപമാണ്, തെറ്റാണ് സംഭവിച്ചത് എന്നുള്ള ചിന്തയിലല്ല അവൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. അവൾക്ക് വേറെ ആളുകളോട് ആകർഷണം തോന്നുന്നു, താല്പര്യം തോന്നുന്നു. ആ ഒരു രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ വരും, പല പ്രായത്തിലുള്ളവർ വരും. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ്, പ്രത്യേകിച്ച് ഈ സെക്ഷുവലായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷിച്ചോളണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷിച്ചോളണം. പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ യു റെഫർ ആസ് ഏർലി ആസ് പോസിബിൾ, വേറെ ആളുകളുടെ അടുത്തേക്ക് വിടുക. പിന്നെ നമ്മൾ ആ കേസുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒരുപക്ഷെ അത് നമുക്ക് പ്രശ്നമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം.